അസ്സലാമലൈക്കും. അപ്പം ഞാളെ ഇന്നിപ്പോൾ നമ്മൾ വന്നിക്കണത് വൈകുന്നേരം കെട്ടായ മക്കൾ ചായയും ചോദിച്ചിട്ട് മണ്ടി വരുമല്ലോ. അപ്പം ഇനിയിപ്പോൾ ചായ അടുപ്പത്ത് വെച്ച് കാണും ഇനിയിപ്പോൾ എത്താപ്പതിക്ക് ഉണ്ടാക്കണമെന്ന് കരുതി കാണ്ട് അന്തം മുട്ട് നിൽക്കണ നേരത്തെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം പറഞ്ഞു തരാനാണ് ഇപ്പം ഇന്ന് നമ്മൾ വന്നിക്കണത് കേട്ടോ. നല്ല എളുപ്പമാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ, തോനെ നേരമൊന്നും വേണ്ടപ്പോൾ ഇത് ഉണ്ടാക്കാനേ. അപ്പോൾ പിന്നെ ഇതിക്ക് കൂട്ടാനും തന്നെ നമ്മളെ പെരയിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെ ഇതിക്ക് മതി. അതിനും തോനെ സാധനം ഒന്നും ഇപ്പോൾ ഇതിക്ക് കൂട്ടണ്ടേ. ഇന്നപ്പം ഇത് തിന്നാ കുട്ടികൾ കുറ്റം പറയില്ല, അമ്മാതിരി രസമാണിപ്പോൾ ഇത്. അപ്പം ഇമ്മാതിരി പലഹാരം ഇപ്പം എങ്ങനെ ഇപ്പം ഉണ്ടാക്കണമെന്ന് കണ്ടോക്കാണിപ്പോൾ നിങ്ങൾ. അപ്പോൾ അതിൻ്റെ അടുക്ക് നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ടേ. അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതിന്മേലും കൂടി നിങ്ങളൊന്നാണ് തൊട്ടും കൊടുക്കിട്ടോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പം ഇങ്ങക്കാണ് കാണും ചെയ്യുക. ഇങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി കാണും ഇങ്ങക്കാണ് ഉണ്ടാക്കും ചെയ്യാലോ. അപ്പം എന്നാൽ നമുക്ക് നേരം കളയാതെ വേഗം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിലേക്കുള്ള ശർക്കര ഒന്നാണ് ഉരുക്കിയേക്കുക. എന്നാൽ അപ്പം നമുക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കുമ്പോഴത്തേന് നമ്മളെ ചക്കരയൊക്കെ നല്ലോണം തണുത്തും വന്നോളുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മധുര പാത്രം അടുപ്പത്ത് വെച്ചെടുത്തുകാണ്ട് അതിക്കൊരു 3 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെ ചക്കര ഉരുക്കാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒന്നാണ് പാർന്നു കൊടുത്തുകാണ്ട് നമുക്കിതൊന്നാണ് ഉരുക്കിയെടുക്കണം. ഇനിയിപ്പോൾ മധുരമൊക്കെ നിങ്ങളെ പാകത്തിന് കൂട്ടും കുറക്കൊക്കെ ചെയ്യാട്ടോ. തോനെ ഇഷ്ടമില്ലാത്തവർക്ക് പിന്നെ അതിനൊരു വെച്ച് കുറച്ച് കാണ്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചിലർക്ക് പിന്നെ നല്ലോണം മധുരം ചക്കരയൊക്കെ തൃപ്പതിയേക്കാരം, ചിലർക്ക് പിന്നെ വലിയ തൃപ്പതി ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ എടുക്കുക. അപ്പോൾ ഇനി നമ്മളെ ശർക്കര നമ്മൾ സ്പൂൺ കൊണ്ടോ കയ്യിലോണ്ടൊക്കെ ഒന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നാണ് ഇളക്കി കൊടുത്താൽ പെട്ടെന്നാണ് ഉരുകി കിട്ടും ചെയ്തോളും. ഇപ്പം നമ്മളെ ശർക്കരയൊക്കെ അപ്പോൾ നല്ലോണം ഉരുകി വന്നിക്കണ്. ഇനിയിപ്പോൾ നമ്മളെ തിരിച്ചൊന്നാണ് കിടത്തി കൊടുത്തുകാണ്ടേ നമ്മളെ ചക്കര ഒന്നാണ് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്നാണ് എടുത്തേക്കുക. അപ്പത്തിന് നമുക്കിപ്പോൾ ഇതിലേക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും ചേച്ചാ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 മുട്ടയാണ്. അപ്പോൾ നമ്മളൊരു 2 മുട്ട എടുത്തുകാണ്ട് ഇമാതിരി ഒരു പാത്രത്തേക്കാണ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെടുത്ത് ഇമാതിരി ഒരു വിസ്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലോണം അതുകൊണ്ടാണ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ നല്ലോണം അങ്ങോട്ട് ഇളകി കിട്ടുമല്ലോ. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇമാതിരി സാധനം കൊണ്ട് ഇളക്കിയാൽ പിന്നെ നല്ലോണം ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇളകി കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ചക്കര കൊണ്ടാണ് ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ മനസ്സിലായില്ലേ. നമ്മൾ ചക്കര ആദ്യം തന്നെ ഉരുക്കി വെച്ചതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചക്കര കൊണ്ടല്ലാതെ പഞ്ചാര കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ചക്കര കൊടുന്ന് വെച്ചതില്ലാന്ന് വെച്ചാൽ പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ പഞ്ചാര കൊണ്ട് ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ ഈ മുട്ട പതിപ്പിച്ചുവല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചാരയും ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മളിപ്പോൾ ഏതായാലും ചക്കര കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇതേപോലെ പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കിന് കേട്ടോ. അന്നിപ്പോൾ നമ്മൾ ഇതിലേക്ക് മുട്ടയൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അന്ന് നമ്മളോട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഇതിലേക്ക് മുട്ട കൂട്ടിയാൽ നല്ല രസേക്കാരെന്നൊക്കെ പറഞ്ഞിനു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇതിലേക്ക് മുട്ടയൊക്കെ ഒന്ന് കൂട്ടിക്കാണൊന്നാണ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ ഇപ്പോൾ നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്തുക്കണു. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് റവ ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി വറുത്ത റവ വറുക്കാത്ത റവ അങ്ങനത്തെ കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങളടുത്തുള്ള റവ ഇട്ട് കൊടുത്തോളി. അപ്പോൾ ഇനി നമുക്കിത് ഒന്നും കൂടി നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ റവയൊക്കെ ഇപ്പോൾ നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്തണു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 250 ml ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ കപ്പിൻ്റെ അളവ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് അയക്കാൻ ഇട്ട് കൊടുത്തുകാണ്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുത്തുകാണ്ട് ഈ മുട്ടി കൂടെ ഒക്കെ നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്തുക്കണ്. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, ഇപ്പോൾ ഇത് നല്ലൊരു കട്ടിപ്പൊടി ആയിക്കാണ്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര പാനി. അപ്പം ഇനി നമുക്ക് അതൊരു അരിപ്പി കൂടെ അരിച്ച് കാണ്ട് തീക്കാൻ പാർന്നു കൊടുക്കുക. അപ്പം ഇനിയിപ്പോൾ നമ്മൾ തോനെ വെള്ളം പാർന്ന് കാണുന്ന ശർക്കര പാനി ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു പാകത്തിനൊക്കെ പാർന്ന് കാണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഒന്നായിട്ടും പാർന്ന് കൊടുക്കും വേണ്ട. അപ്പോൾ നമ്മൾ കുറച്ചിച്ച് എന്നാൽ പാർന്ന് കാണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്ത് നോക്കാം. ഇങ്ങോട്ട് നമുക്ക് ഇനി ആവശ്യം വരികയാണെന്ന് വെച്ചാൽ പിന്നെയും പാർന്നാൽ മതി. അപ്പം ഇനി നമുക്ക് ഇതിൽ കട്ടയൊന്നുമില്ലാതെ നല്ലോണം അങ്ങോട്ട് ഇതുകൊണ്ടാണ് ഇളക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കയ്യിലുണ്ടൊന്ന് നോക്കിയാലേ അപ്പോൾ നല്ല കട്ടിയാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം പാർന്നു കൊടുത്തുകൊണ്ട് പാകാക്കിയേ, അതല്ല ബാക്കി ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ അത് പാർന്നു കൊടുത്തുകൊണ്ട് ശരിയാക്കിയൊക്കെ ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ നല്ലോണം വെള്ളം ഏറിയാലും വേണമല്ലോ ഇപ്പോൾ പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമാണല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടെടുത്താലും മതി. അപ്പോൾ നോക്കുകയാണ് ഇനിയാളെ ഇപ്പോൾ ഇത് ഈ ഒരു പാകത്തിനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാവ് വേണ്ടത്
എന്നാൽ ഇതുകൊണ്ടാണ് ചുട്ടാൽ നമുക്ക് ഉസാറായിട്ടാണ് കിട്ടുകയും. ഇനി നമുക്ക് നമ്മളെ റവ ഒക്കെ നല്ലോണം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് അവിടെ എടുത്തേക്കുക. എന്നിട്ടാണ് ചുട്ടാൽ പിന്നെ നല്ലോണം പഞ്ഞി പോലെ ആയി കിട്ടും നമുക്കിപ്പോൾ ഇത്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിക്കണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളെ മാവൊക്കെ നമുക്ക് പാകത്തിനായ വയ്ക്കാണ്ടാണ് ഇപ്പോൾ ഇതുള്ളത്. ഇനി നമുക്ക് ഇതിത്തെ മധുരമൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് നല്ലൊരു മണവും ചോയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നാൽ അപ്പോൾ നല്ലോണം പൊള്ളച്ച് വരുന്നും ചെയ്തോളും. അപ്പം നമ്മളിപ്പോൾ ഏതായാലും ഒരു നുള്ളു ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നാൽ ഇനി നല്ലോണം മുസാറായിട്ടാണ് പൊന്തി വന്നും ചെയ്തോളും. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, നമ്മളിപ്പോൾ ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം പൊന്തി വരികയൊക്കെ ചെയ്യുവേ. ഇനി നമുക്ക് ഇതൊക്കെ പാടണം കൂട്ടിക്കാണ്ടി നല്ലോണം ഒന്നും കൂടി ഇങ്ങോട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നോക്കുകയാണ് ഇനിയാളെ നമ്മളെ മാവ് ഈ ഒരു പാകത്തിനാണ് കേട്ടോ അപ്പോൾ നമ്മളെ മാവ് വേണ്ടത്. ഇനിയിപ്പോൾ നല്ലോണം കുറുകിയതാണെന്ന് വെച്ചാലേ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു വെള്ളം പറന്നു കൊടുത്താൽ മതി. അപ്പോൾ നല്ല കട്ടിയും വേണ്ട, പറ്റ അഞ്ഞുകൊണ്ടും വേണ്ട, ഈ ഒരു പാകത്തിനാണ് കേട്ടോ നമ്മളെ മാവ് വേണ്ടത്. ഇനി നമുക്കിതൊന്നാണ് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമ്മാതിരി ഒരു ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിക്കണ്. അപ്പോൾ ഇമ്മാതിരി ഇരുമ്പും ചട്ടിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിലാണ് ചുട്ടെടുക്കുക, നല്ല ഉസാറാണ് ഇപ്പോൾ ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലാണ് പാർന്നു കൊടുക്കണം. അപ്പം ഇനി വെളിച്ചെണ്ണ ഉള്ളവർക്ക് വെളിച്ചെണ്ണയെ പൊരിച്ചാൽ അതൊക്കെ നിങ്ങളെ ഇഷ്ടം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ഇപ്പം നല്ലോണം ചൂടായി വന്നിക്കണ്. ഇനി നമുക്ക് ഇതിന്ന് നല്ലോണം തന്നെ ഇളക്കിക്കാണ്ട് ഒരു കയ്യിലാണ് എടുത്തുകാണ്ട് ഈ ചട്ടിക്ക് നടുക്കൊന്നാണ് പാർന്നു കൊടുക്കുക. അപ്പം എണ്ണയിലെത്തിച്ച് പിന്നെ നല്ലോണം കൂട്ടും വേണ്ട, എന്നാൽ പറ്റ കുറക്കും വേണ്ട കേട്ടോ. ഒരു പാകത്തിന് വെച്ച് കൊടുത്തുകാണ് നമുക്കിത് ഞാൻ വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ ചട്ടിയിൽ നിറച്ച് എണ്ണ ഒന്നും പാർന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ മേലക്കൊന്നും വല്ലാതെ എണ്ണ ആകണില്ലേ. അപ്പോൾ ഈ കോരി കൊണ്ടൊന്നും ഇങ്ങനെ മേലക്കൊന്നാണ് തേക്കി കൊടുത്താൽ അതിൻ്റെ മേലക്കൊക്കെ ഒന്നാണ് എണ്ണ ആവുമ്പോൾ പിന്നെ നല്ലോണം മുസാറായിട്ടാണ് പൊന്തി വരും ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം വേകുമ്പോൾ നമുക്ക് മറ്റേ ഭാഗവും ഇതേപോലെ അങ്ങോട്ട് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പം ഇനി ഈ ഒരു കളറുണ്ടല്ലോ, നല്ല ചുറുക്കുള്ള ഈ ഒരു കളറുണ്ടാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കുക. അപ്പോൾ കണ്ണിൽ ഞങ്ങൾ നല്ലോണം പൊള്ളച്ചൻ പൊന്തി വന്നും ചെയ്തിക്കണമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മൾ ഒരു കയ്യിലാണ് പാർന്നു കൊടുത്തുകാണ്ട് അതിൻ്റെ മേലക്കൊക്കെ ഒന്ന് ലേശം എണ്ണയൊക്കെ ഒന്നാണ് തേക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം വേകുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം ഒന്നാണ് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചുറുക്കുള്ള ഈ സ്വർണ്ണ കളറാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നാണ് കോരിയെടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതും എല്ലാം ഇപ്പോൾ ഇതേപോലെ അങ്ങോട്ട് ചുട്ടെടുത്തുക്കണ്. അപ്പോൾ കണ്ടിലെണ്ണയാളെ നിങ്ങളിപ്പോൾ ഇത് എന്തോ ഒരു ചുറുക്കുള്ള പലഹാരമാണില്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ്, തിന്നാനും നല്ല രസമാണ്. എന്നാൽ അപ്പം ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് തോന്നെ പണിയില്ല, അതിനും തന്നെ നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നാണ് ഉണ്ടാക്കി നോക്കിക്കാണ് നമ്മളോട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പം നമ്മളെ പലഹാരമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് ഇപ്പോൾ നമ്മൾ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ ഒരു ലൈക്ക് തരും. അപ്പോൾ നിങ്ങളെ ലൈക്ക് കാണുമ്പോൾ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാമല്ലോ. പിന്നെ ഇപ്പം നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലുമ്മലും കൂടി ഒന്നാണ് തൊട്ടും കൊടുക്കുകയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയുമായി കാണണ വരെ നമ്മളെല്ലാ കൂട്ടുകാരോടും അസ്സലാം.